പിന്നെ ചെറിയൊരു ആശ്വാസമായിട്ട് മഴ പെയ്തിരുന്നു. പക്ഷേ ചൂടിന് അങ്ങനെ വലിയ ശമനം എന്ന് പറയാറായിട്ടില്ല എന്നുള്ളതും. ചൂട് കൂടുമെന്നും മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്നും 49 ഡിഗ്രി സെൽഷ്യസ് വരെ, അത് ഏറ്റവും ഉയർന്ന താപനിലയാണ്. 41 തന്നെ അവർക്ക് 40 ഡിഗ്രി സെൽഷ്യസ് തന്നെ താങ്ങാനാവാത്തൊരു സാഹചര്യമാകുമ്പോൾ 49 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ മധ്യ ജില്ലകളിലും വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അതിലത് ഒരു ആശ്വസിക്കാവുന്ന കാര്യങ്ങളായിട്ടില്ല എന്ന് തന്നെയല്ലേ? ഒരു ചൂടിന് കുറവെന്ന് പറയാറായിട്ടില്ല വേനൽമഴ പെയ്തു എന്ന് പറഞ്ഞാലും. അതെ, വേനൽമഴ പെയ്തു. പക്ഷേ ഒരല്പം ആശ്വാസം മലയാളികൾക്ക് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൊല്ലത്താണ് കഠിനമായ ചൂട്. പാലക്കാടും കൊല്ലത്തുമായിരുന്നു അതിശക്തമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസുമായി അടുത്തടുത്ത് നിൽക്കുകയായിരുന്നു കൊല്ലത്തെ പുനലൂരിലെ താപനില. എന്നാൽ പുനലൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തു തെക്കൻ കേരളത്തിൽ. അതോടുകൂടി താപനില 36-ലേക്കൊക്കെ താഴ്ന്നിട്ടുണ്ട്. ഇനിയും ഉയരും എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 11 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാടാണ് ഇന്ന് കൂടുതൽ ചൂട് അനുഭവപ്പെടുക. 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടാം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. സമീപ ജില്ലകളിൽ തൃശ്ശൂർ അടക്കമുള്ള സമീപ ജില്ലകളിലും ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. അപ്പോഴും ഒരു ആശ്വാസമുണ്ട്. തെക്കൻ മധ്യ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്, വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം കൂടി കാലാവസ്ഥാ കേന്ദ്രം പങ്കുവയ്ക്കുന്നു. ഏതായാലും ഒരു കുഴഞ്ഞു മറിഞ്ഞ കാലാവസ്ഥയാണ്. ചൂടുണ്ടാകും, ചിലയിടങ്ങളിൽ ഭാഗ്യമുള്ളവർക്കൊക്കെ വേനൽ മഴയും കിട്ടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഒരു ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നത് ചൂടും പേടിക്കണം, മഴയും പേടിക്കണം എന്നാണ്. അതെ.